ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിൽ ഉണ്ടാകുന്ന നരേഷന്, റൈറ്റ് അപ്പ്, റിവ്യൂ അല്ലെ, ഈ മൂന്നിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെങ്ങനെ എഴുതാന്നുള്ളതാണ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം നമുക്ക്. നരേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരണമാണ് കേട്ടോ. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിവരണമാണ് അല്ലെ. നമുക്ക് ടെൽ എ സ്റ്റോറി അല്ലെ, ഒരു സ്റ്റോറി പറയുക, ഓർ ഡിസ്ക്രൈബിങ് ഇവന്റ്സ് ഇൻ എ സീക്വൻസ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇവന്റ്സിനെ കുറിച്ച് നമ്മൾ എന്താക്കുക, വിവരണം കൊടുക്കുക അല്ലെ, വിവരിച്ച് കൊണ്ട് പറയുക. ഓക്കെ, അതാണ് എന്ത് നരേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കണം. എന്തിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യത്തിനനുസരിച്ച് എന്താണ് അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈറ്റിൽ നിങ്ങൾ ഹെഡിങ് കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെന്താണ്, ഇപ്പോൾ അതുപോലെ ഐ ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ അങ്ങനെ പോവുകയായിരുന്നു, ഇപ്പോൾ ആത്മകഥയൊക്കെ എഴുതുന്നത് എങ്ങനെയാണ്, ഞാൻ അവിടെ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐ ആണല്ലോ കൊടുക്കുക. ആ ഐ ആണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരെ ഐ തന്നെ കൊടുക്കുക. അവരെന്നായി പോകരുത്, ഹീന്നായി പോകരുത്. ഇനി ഹീ ആണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് മുതലേ ഹീ ആണ്. അവൻ അങ്ങോട്ട് പോകുമ്പോൾ അവൻ കണ്ടു എന്നുള്ള പകരം ഞാൻ കണ്ടു എന്നൊന്നും എഴുതാൻ പാടില്ല. അപ്പൊ ഹീ ആണ് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ്, ഹീ തന്നെ ആ മൊത്തമായിട്ട് പോവാം. ആ പേഴ്സൺ എങ്ങനെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ പോവാം കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ബിഗിനിങ് വേണം, പിന്നെന്താ ഒരു മിഡിൽ വേണം, പിന്നെ ഒരു എൻഡും വേണം അല്ലേ. തുടക്കവും വേണം, ഒരു നടു വേണം, പിന്നെന്താണ് ഒരു എൻഡ് വേണം. അതാണ് നരേഷന് വരുന്നത്. പിന്നെന്താണ്, ഒരു പേപ്പറിന്റെ രണ്ട് സൈഡിൽ എഴുതിയിരിക്കണം ഫുള്ളായിട്ട്. അതാണ് നരേഷൻ കേട്ടോ. ഒരു പേപ്പർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പുറവും, ഓക്കെ, ഒരു പേപ്പറിന് രണ്ട് പുറവും എന്താണ് നിങ്ങൾ എഴുതിയിരിക്കണം. അതിൽ മൊത്തം നിങ്ങൾ എന്താക്കണം, ഇതൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് റൈറ്റ് അപ്പ് എങ്ങനെ എഴുതുന്നത്, ഒരു കുറിപ്പാണ് ഇത് കേട്ടോ. എന്താണ് റൈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുറിപ്പാണ്, രസ. എക്സ്പ്ലെയിൻ എ ടോപ്പിക്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വിവരിച്ച് എഴുതുകയാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വിവരിച്ചങ്ങോട്ട് കുറിപ്പായിട്ട് എസ്സേയായിട്ട് അങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ. എന്താണ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ വേണം, അതിനും എന്താണ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ കൊടുക്കണം അല്ലേ, അതിനനുസരിച്ചുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തിരിക്കണം അല്ലേ. പിന്നെ അവിടെ എന്താണ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലേ. ആ ടോപ്പിക്ക് എന്തിനെ കുറിച്ചാണോ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് എന്ത് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ അതിൽ എന്തൊക്കെ വേണം, ഒരു ഇൻട്രൊഡ്യൂസ് വേണം, പിന്നെന്താണ് ബോഡി വേണം, പിന്നെന്താ വേണ്ടത് കൺക്ലൂഷനും വേണം കേട്ടോ. ഇത് മൂന്നെന്താണ്, ഒരു ഇൻട്രഡക്ഷൻ വേണം, പിന്നെ ഒരു ബോഡി വേണം, പിന്നെ കൺക്ലൂഷനും വേണം. ഇതൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡും എഴുതിയിരിക്കണം, എന്നാലേ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. റൈറ്റ് അപ്പ് എന്ന് പറയുന്ന നരേഷൻ എന്ന് പറഞ്ഞാലും എന്താ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേപ്പറിൻ്റെ രണ്ട് ഭാഗവും എഴുതിയിരിക്കണം, ഫുൾ എഴുതിയിരിക്കണം. ഓക്കെ, വൃത്തിയിൽ നീറ്റിൽ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റിവ്യൂ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഒരു വിശകലനാണ് അല്ലെങ്കിൽ നിരൂപണമാണ് അല്ലേ. അനലൈസ് എ ടോപ്പിക്ക്, ഇവിടെ എന്താ ടോപ്പിക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ റൈറ്റ് അപ്പിൽ. പക്ഷെ എന്താണ് റിവ്യൂവിൽ എന്താണ്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാണ് അല്ലേ, അതിനെക്കുറിച്ച് എന്താണ് എന്നുള്ള ഒരു അനലൈസ് ചെയ്യാണ് അല്ലേ. അതിനെന്താണ് ഇതിനനുസരിച്ച് എന്താണ് ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുക, ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തിരിക്കണം അല്ലേ. പിന്നെ ഇവിടെ എന്താ ടോപ്പിക്കിനാണ് എന്ത് പ്രാധാന്യം. പിന്നെ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്, ഇൻട്രൊഡ്യൂസ് ദ ലെസൺ അല്ലേ. ലെസണിനെ കുറിച്ചിട്ട്, ഒരു ലെസണിനെ കുറിച്ചിട്ടേക്ക് എന്താണ് റിവ്യൂ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആ ലെസണിനെ കുറിച്ച് നമ്മൾ പഠിച്ച സംഭവത്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ ആ ലെസണിനെ കുറിച്ച് നമുക്ക് അറിയുന്ന സംഭവങ്ങളെ കുറിച്ച് എന്താണ് ഒരു ഇൻട്രൊഡ്യൂസ് എന്താണ് ചെയ്യുക നിങ്ങൾ. ആ ചാപ്റ്ററിൽ എന്താ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്താക്കുക ഷോർട്ടാക്കിയിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് അങ്ങ് കൊടുക്കുക നിങ്ങൾ. പിന്നെ എന്താ ബോഡി വേണം, പിന്നെന്താ വേണ്ടത്, പിന്നെ നിങ്ങളുടെ ഒബ്സർവേഷനും ഒപ്പീനിയനും അവിടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ദ ലെസണിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ എന്താണ് ബോഡി എഴുതുക. പിന്നെ എന്താണ് നമ്മളെ ഒബ്സർവേഷനും അതുപോലെ നമ്മളെ അഭിപ്രായങ്ങൾ ഒപ്പീനിയനും ഒക്കെ എന്താണ് നമ്മളവിടെ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡ് എഴുതിയിരിക്കണം റിവ്യൂവും. ഓക്കെ, ഇതാണ് എന്ത് നരേഷനും റൈറ്റപ്പും റിവ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്.